വാട്ട് ഈസ് ഇൻ മൈ ജിം ബാഗ്. നമ്മൾ ജിമ്മിലിടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഷൂസ് നമ്മുടെ ബാഗിൽ കരുതുക. അത്യാവശ്യം വലിയൊരു ടവൽ നിങ്ങൾ കൊണ്ടുവരിക. ഇതും ഒരു ഹൈജീനിക് ഫാക്ടറാണ്. വീട്ടിനകത്തായാലും പുറത്തായാലും ലേഡീസ് എപ്പോഴും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ. ഹൈഡ്രേറ്റിംഗ് എന്നുള്ളത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും മസ്റ്റാണ്. ഹായ്, ദിസ് ഈസ് മീ ഫൈസി ഫ്രം എയർ ഫിറ്റ്നസ് സ്റ്റുഡിയോ വർക്കല. ഇന്ന് നമ്മൾ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ വാട്ട് ഈസ് ഇൻ മൈ ജിം ബാഗ്. നമ്മൾ ഒരു ജിമ്മിൽ പോകുമ്പോഴേക്കും എന്തൊക്കെയാണ് നമ്മുടെ ജിം ബാഗിൽ കരുതേണ്ടത് എന്നുള്ളതാണ് ഇന്ന് ഞാനിവിടെ പറയുന്നത്. ജിമ്മിൽ പോകുമ്പോഴേക്കും ഇതുപോലൊരു ബാഗ് കരുതുക. നമുക്ക് എല്ലാ സാധനങ്ങളും കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബാഗ്. ഇത് തന്നെ വേണം എന്നില്ല. ഇതിപ്പോൾ എൻ്റെ ബാഗാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഏതെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ബാഗ് ഏതാണോ അത് യൂസ് ചെയ്താൽ മതി. വളരെ അത്യാവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് ഞാൻ കൊണ്ടുപോകുന്നത്, ജിമ്മിൽ പോകുമ്പോൾ കൊണ്ടുപോകുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ വർക്കൗട്ട് ഷൂസ്. നമ്മൾ ജിമ്മിൽ പോകുമ്പോഴേക്കും വെയർ ചെയ്യുന്ന ഷൂസ്, അതായത് എല്ലാവർക്കും അറിയാമായിരിക്കും, നമ്മൾ ഔട്ട്സൈഡ് ഇടുന്ന ഷൂസും അല്ലെങ്കിൽ ചപ്പൽസും നമ്മൾ ജിമ്മിനകത്ത് യൂസ് ചെയ്യില്ല. കാര്യം പുറത്ത് വരുന്ന ഡസ്റ്റും കാര്യങ്ങളും എല്ലാം ജിമ്മിനകത്താവും. നമ്മളൊരിക്കലും പുറത്തിടുന്ന ഷൂസ് നമ്മളിപ്പോൾ വീട്ടിലായാൽ പോലും നമ്മളകത്ത് യൂസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ജിമ്മിലിടാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ഷൂസ് നമ്മുടെ ബാഗിൽ കരുതുക. രണ്ടാമതായിട്ട് നിങ്ങളുടെ ബാഗിൽ കരുതേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ടവൽ നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടേതായിട്ടുള്ളൊരു ടവൽ, അതൊരു ചെറിയ ടവലല്ല, അത്യാവശ്യം വലിയൊരു ടവൽ നിങ്ങൾ കൊണ്ടുവരിക. നന്നായിട്ട് സ്വെറ്റ് ഈർപ്പം പിടിക്കുന്ന രീതിയിലുള്ള ഒരു ടവൽ നിങ്ങൾ കരുതുക. അത് എന്തിനാണെന്ന് വെച്ചാൽ ജിമ്മിൽ ഒരുപാട് ടൈപ്പ് ആൾക്കാർ വരുന്നതാണ്. അവരുടെ ദേഹം വർക്കൗട്ട് ചെയ്തിട്ട് ഉറപ്പായിട്ടും സ്വെറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങൾക്ക് വരാതിരിക്കാൻ നമ്മുടെ ഇതും ഒരു ഹൈജീനിക് ഫാക്ടറാണ്. അതുകൊണ്ടാണ് നമ്മളൊരു ടവൽ ജിമ്മിലേക്ക് കൊണ്ടുവരാം. നമ്മുടേതായിട്ടുള്ളൊരു ടവൽ എപ്പോഴും നമ്മൾ ജിം ബാഗിൽ കരുതുക. അടുത്തതായിട്ട് മെയിനായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഒരു വെറ്റ് ടിഷ്യൂ. നിങ്ങൾക്ക് വർക്കൗട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് ഫ്രഷപ്പ് ആവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറ്റ് ടിഷ്യൂ കരുതുന്നത് നല്ലതായിരിക്കും. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. ഞാനിത് കീപ്പ് ചെയ്യാറുണ്ട് എപ്പോഴും. നമ്മൾ വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഒന്ന് റിലാക്സ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഒരു കൂളിംഗ് എഫക്റ്റ് കിട്ടാനായാലും ഒരു വെറ്റ് ടിഷ്യൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫേസ് വാഷ് കരുതാം. വാഷ്റൂം ഉണ്ടെങ്കിൽ, ചേഞ്ചിങ് റൂം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാം. ഒന്ന് ഫ്രഷപ്പായി നമുക്കൊന്ന്, ചിലപ്പോൾ ഓഫീസിൽ പോകുന്നവരായിരിക്കാം, വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്ത് പോകുന്ന വഴിക്ക് ചിലപ്പോൾ എവിടെയെങ്കിലും നമുക്ക് ഇറങ്ങാനായിരിക്കാം, ഷോപ്പിംഗ് ഉണ്ടാവുമായിരിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടല്ല, നിങ്ങളൊന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി മാത്രം ഒരു വെറ്റ് ടിഷ്യൂയോ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷോ നിങ്ങളെ ബാഗിൽ കരുതുക. പിന്നെ നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ ബാഗിൽ ഉണ്ടാവേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു ലേഡീസിനാണെന്നുണ്ടെങ്കിൽ, ലേഡീസ് ജിമ്മാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ ലേഡീസിൻ്റെ കാര്യം മാത്രം എടുത്ത് പറയുന്നത്. കുറച്ച് ഹെയർ ബാൻഡ്സ് കീപ്പ് ചെയ്യുക എപ്പോഴും. ഇപ്പോൾ നമ്മൾ ഹെയർ നല്ല ടൈറ്റാക്കി ടൈ ചെയ്തിട്ട് വേണം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം എന്താ പറയുക, നമ്മുടെ ഹെയർ വെറ്റാകുമ്പോൾ, നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട് ഹെയറൊക്കെ വെറ്റാകുമ്പോൾ ഹെയർ എല്ലാം ബ്രോക്കൺ ആവാൻ ചാൻസ് ഉണ്ട്, ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല ടൈറ്റായിട്ട് നമുക്ക് ടൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഹെയർ ബാൻഡ്സ് എപ്പോഴും കീപ്പ് ചെയ്യാം. ഓക്കെ, ദെൻ അടുത്തതായിട്ട് നമ്മൾ യൂസ് ചെയ്യണം, മീൻസ് നമ്മൾ കരുതേണ്ടുന്നത് ഹാൻഡ് ഗ്ലൗസ്. ഇത് മസ്റ്റാണ്. നമ്മുടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും, നമ്മൾ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോഴേക്കും ഗ്ലൗസ് എപ്പോഴും കീപ്പ് ചെയ്യുക. ഗ്ലൗസ് എപ്പോഴും വെയർ ചെയ്യുക. കാരണം നമ്മുടെ വെയിറ്റ് എടുക്കുമ്പോഴേക്കും നമ്മുടെ കൈ വളരെ റഫാകും. ഇത് മെയിനായിട്ടും നമുക്ക് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. അല്ലാതെ മറ്റൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കൈയുടെ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും. വളരെ റഫായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഗ്ലൗസ് യൂസ് ചെയ്യാതെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ഡേ ബൈ ഡേ നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോഴേക്കും വളരെ കൈ റഫായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ നിങ്ങൾ ഗ്ലൗസ് മേടിക്കുമ്പോൾ എപ്പോഴും റിസ്റ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്ലൗസ് മേടിക്കാൻ ശ്രമിക്കുക. അതായത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ചിലർ റിസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന, വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുമ്പോൾ റിസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്യുന്ന ചിലരിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനൊരു സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചുറി ഒഴിവാക്കാം, വളരെ നമുക്ക് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് റിസ്റ്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗ്ലൗസസ് എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അടുത്തതായിട്ട് ഇപ്പം ഇത് ഞാൻ യൂസ് ചെയ്യുന്നതാണ്, നിങ്ങൾ എടുക്കണം എന്നില്ല. ഞാൻ പവർ ലിഫ്റ്ററാണ്, ഞാൻ നന്നായിട്ട് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ഒരാളാണ്.
അപ്പോൾ ഞാൻ എപ്പോഴും പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ പ്രീ വർക്കൗട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ പ്രീ വർക്കൗട്ട് ഞാൻ ബാഗിൽ കരുതാറുണ്ട്. അടുത്തതായിട്ട് നമ്മളൊരു സൺസ്ക്രീൻ എപ്പോഴും, ഇപ്പോൾ വീട്ടിനകത്തായാലും പുറത്തായാലും ലേഡീസ് എപ്പോഴും ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. വർക്കൗട്ടിന് പോകുമ്പോഴേക്കും മേക്കപ്പ് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാര്യം നമ്മൾ ഭയങ്കര സ്വെറ്റായിട്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലെ പോഴ്സ് ഓപ്പൺ ആകും. അപ്പോഴേക്കും നമ്മൾ ഈ ഡേർട്സ് എല്ലാം ആ പോർട്സിനുള്ളിൽ ഫില്ലാവാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഫൗണ്ടേഷനോ കാര്യങ്ങളോ കോമ്പാക്റ്റോ ഒക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ആ പോർട്സിനുള്ളിലേക്ക് നമ്മുടെ ഈ ഡേർട്സ് വന്നടിയാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ജിമ്മിൽ പോകുമ്പോഴേക്കും മാക്സിമം നിങ്ങൾ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ, സ്കിൻ കെയർ പ്രോഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതിരിക്കുക. സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. മേ ബി നിങ്ങൾക്ക് ഒരു ലിപ് ഗ്ലോസോ സൺസ്ക്രീനോ ഇടുന്നത് കൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. ലിപ്സ്റ്റിക്ക് ചിലരൊക്കെ യൂസ് ചെയ്യാറുണ്ട്, മേ ബി ഞാനും യൂസ് ചെയ്യാറുണ്ട്. ലിപ്സ്റ്റിക്ക് ഇടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മാക്സിമം ഈ സ്കിൻ കെയർ പ്രോഡക്റ്റ് അല്ല, കോസ്മെറ്റിക്സ് യൂസ് ചെയ്യാതിരിക്കാൻ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അടുത്തതായിട്ട് ഒരു പെർഫ്യൂം. നിങ്ങൾ വർക്കൗട്ടെല്ലാം കഴിയുമ്പോഴേക്കും ഉറപ്പായിട്ടും സ്വെറ്റ് കാരണം ബോഡിയിൽ നമുക്ക് സ്മെല്ലുണ്ടാവും. ഒന്നുകിൽ ഒരു ബോഡി ലോഷനോ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടപ്പെട്ട വളരെ ലൈറ്റായിട്ടുള്ളൊരു സ്മെല്ലുള്ള ഒരു പെർഫ്യൂം നിങ്ങൾ ബാഗിൽ കരുതുക. ഇതെല്ലാം ഞാൻ പറഞ്ഞത്, ഇത് എൻ്റെ ഒരു ചോയ്സസാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നിങ്ങളുടെ ബാഗിൽ കീപ്പ് ചെയ്യുക. പിന്നെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വിശക്കാൻ ചാൻസ് ഉള്ളവരുണ്ട്. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു റോബസ്റ്റ പഴമോ അങ്ങനെ എന്തെങ്കിലും കരുതിയിരിക്കുക. അല്ലെങ്കിൽ ഒരു ഷേക്കോ, പ്രോട്ടീൻ ഷേക്കോ, അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കരുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. അടുത്തതായിട്ട് നിങ്ങളുടെ ബാഗിൽ ഉണ്ടാവേണ്ടുന്ന വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ. എപ്പോഴും ഹൈഡ്രേറ്റിംഗ് എന്നുള്ളത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും മസ്റ്റാണ്. നിങ്ങൾ എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴേക്കും ഇടയ്ക്ക് വെള്ളം സിപ്പ് ചെയ്യാവുള്ളൂ. മീൻസ് ഒരുപാട് വെള്ളം കുടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യാനായിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും, വൊമിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. നിങ്ങളുടേതായിട്ടുള്ള ഒരു ബോട്ടിൽ നിങ്ങൾ കരുതി വയ്ക്കുക. കാര്യം കോമൺ കപ്പൊക്കെ ആയിരിക്കും എല്ലാവരും യൂസ് ചെയ്യുന്നത്. അത് നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടേതായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിൽ നിങ്ങളുടെ ബാഗിൽ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സാധാരണ ഗതിയിലുള്ള ഒരാൾക്കാർ ഇത്രയും കാര്യങ്ങൾ കീപ്പ് ചെയ്യാറില്ല. മീൻസ് ഹെയർ ബാൻഡൊക്കെ എല്ലാവരും അങ്ങനെ യൂസ് ചെയ്യും, കീപ്പ് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മസ്റ്റായിട്ടും നിങ്ങൾ വർക്കൗട്ടിന് യൂസ് ചെയ്യുന്ന ഷൂസ്, ഒരു ടവൽ, നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ, ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ടും നിങ്ങളുടെ ബാഗിൽ ഉറപ്പായിട്ടും നിങ്ങൾ കീപ്പ് ചെയ്തിരിക്കണം.